നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ കുടുംബത്തിന്റെ ഈ സന്തോഷം ഭഗവാൻ എന്ന് നിലനിർത്തി തന്നാ മതി. അയ്യേ, എന്താണിത്? ഉഷാറായിട്ടിരിക്കച്ചാ, നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ? ഓക്കെ ഓക്കെ അല്ലേ? അതാണ് ഊണ് കഴിക്കുന്നതിന് മുമ്പ് 2 എണ്ണം അടിക്കുന്നതാ ഇപ്പോഴത്തെ ശീലമല്ലേ? മദ്യം വീട്ടിനകത്ത് കയറ്റരുത്, അതിന്റെ സ്ഥാനം പുറത്താ. അതുകൊണ്ട് ഞാനാ കുപ്പിയെടുത്ത് പുറത്ത് കളഞ്ഞത്. എന്താ എന്താ ഇതിലേട്ടാ? വെള്ളം കുടിക്കേ, വെള്ളം കുടിക്കേ. ആഹാരം കഴിക്കുമ്പോ സൂക്ഷിക്കണ്ടേ ഇന്ദ്രേട്ടാ? ഇനി സംസാരിക്കാതെ വേണം കഴിക്കാൻ. അതെ, സോനയും കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പോവാം. ഞാൻ കണ്ണാടിയിലൊന്ന് നോക്കിക്കോട്ടെ, യാത്ര പോവല്ലേ? അനുകരുവാ, ഈ മുറി വീണ്ടും പഴയതുപോലെ മാറ്റിയെടുത്ത അനുവല്ലേ? ഞാൻ വേണമെങ്കിൽ മാറിത്തരാം. പോവാം. അനു, നീ പോവണ്ട. എനിക്ക് നിന്നെ വേണം. നീയും മോനും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കഴിഞ്ഞതെല്ലാം നീ മറക്കണം പ്ലീസ്. ഇന്ദ്രേട്ടാ, എന്താ ഇത്? വിട് വിട് പ്ലീസ് അനു, നിന്നെ ഞാൻ വിടില്ല. നീ പോണ്ട അനു. മോനെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. എന്നെ ഒന്ന് വിശ്വസിക്കാനോ? ഇനി നിന്നെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല. ആർക്കു വേണ്ടി നിന്നെ ഞാൻ തള്ളി പറയുകയില്ല. സത്യം. എന്നെ വിട്ട് പോവല്ലാനോ? നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനോ? അയ്യോ അമ്മ, എവിടെ എവിടെ അമ്മ? എവിടെ? അമ്മയൊന്നും വന്നില്ല. ആർക്കു വേണ്ടിയും നിന്നെ ഞാൻ തള്ളി പറയില്ല എന്ന് പറഞ്ഞ ആളെ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാ. അമ്മയെന്ന് കേട്ടപ്പോ തന്നെ എന്നെ തള്ളി മാറ്റിയ നിങ്ങളെ ഇനി ഞാൻ എങ്ങനെയാ വിശ്വസിക്കുന്നേ? അനു, എനിക്ക് പോണം. എന്നെ കൊണ്ടുവിടാൻ പറ്റുമോ? അതോ ഞാൻ തനിച്ചു പോണോ? വേണ്ട, ഞാൻ വരാം. ഇപ്പൊ തന്നെ വരാം. ഞാൻ വണ്ടിയുടെ കീ നിർത്തോട്ടെ. ശേ,
ആഹാ. നീ ഇന്ദ്രന്റെ കൂടെ ഇവിടെ കയറാതെ പോകില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. അതാ ഞാൻ പോയടത്തുനിന്ന് വേഗം ഓടി വന്നേ. നീയായിട്ട് ഇവിടെ വരെ വന്നിട്ട് ഞാൻ നിന്നെ ഗൗനിച്ചില്ലെന്ന് നാളെ ആരും പരാതി പറയരുതല്ലോ. ഞാനിവിടെ വരുന്ന കാര്യം വേറെ ആർക്കും അറിയില്ല. അപ്പൊ പിന്നെ ആര് പരാതി പറയാനാ? ആ, നീ ഇവിടുന്ന് പോകുമ്പോഴേക്കും അറിയേണ്ടവരൊക്കെ അറിയും. സുശീലയെ കുറ്റപ്പെടുത്താൻ നോക്കി നിൽക്കും എല്ലാവരും. ആ അമ്മ വന്നോ? നീ എന്താ വിചാരിച്ചേ ഞാൻ ഒടുക്കത്തെ പോക്ക് പോയതാണെന്നോ? എടാ, നിന്റെ ഭാര്യ ഇവിടെ വന്നാ നീ എന്നെ ഒന്ന് വിളിച്ചു പറയണ്ടേ? അത് പിന്നെ അമ്മ എന്തായാലും ഇപ്പൊ വന്നാ നന്നായി. ആണോ? അനു പോവാൻ ഇറങ്ങാ. അത് ശരി. ആ വരവും പോക്കൊക്കെ പെട്ടെന്നാണല്ലോ. ആ, എന്തായാലും ഇവിടം വരെ വന്നിട്ട് ഊണ് കഴിക്കാതെ പോകാൻ പറ്റില്ല. ഞാൻ ഹോട്ടലിൽ നിന്ന് 3 പൊതിച്ചോറ് വാങ്ങിയിട്ടുണ്ട്. ആ, നീ ഒന്നും കഴിച്ചു കാണില്ലല്ലോ. 2 ആളും കഴിച്ചിട്ട് പോയാ മതി. അമ്മയും എന്താ, നിന്റെ ഭാര്യ പൊതിച്ചോറ് കഴിക്കില്ലേ? ഇനി പോകുന്ന വഴിക്ക് 2 ആൾക്കും ഹോട്ടലിൽ കയറി വിശദമായിട്ട് കഴിക്കാനാണെങ്കി അങ്ങനെ ആയിക്കോ. അതല്ലമ്മേ. പിന്നെ ഇന്ദ്രേട്ടനും ഏട്ടത്തിയും ഇവിടെ നിന്ന് ഞാൻ ഉണ്ടാക്കി ഊണ് കഴിച്ചു. അമ്മേ, സോനെ വിളിച്ചിട്ടാണല്ലോ അനു ഇവിടേക്ക് വന്നത്. ആ, അപ്പൊ പിന്നെ അവൾ ആഹാരം കഴിക്കാൻ പറഞ്ഞാ അത് കഴിക്കുന്നതാണല്ലോ മര്യാദ. ഓ, നിന്റെ ഭാര്യയ്ക്ക് അതായിരിക്കും മര്യാദ. പക്ഷെ നിനക്കോ? നിന്റെ അമ്മയ്ക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം നീയും കൂടി കളഞ്ഞു കുളിക്കുവാണോ ഇന്ദ്ര? ഓ. അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ. ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന ആഹാരം അല്ലാതെ ഞങ്ങൾ കഴിക്കുവോ? ഞാനില്ലെങ്കിൽ എന്താടാ? ഉണ്ണാൻ നേരത്ത് ഞാൻ നിങ്ങൾക്ക് ഊണും വാങ്ങി വന്നില്ലേ? ആര് വിളമ്പി തന്നിട്ടായാലും കഴിക്കാൻ നേരത്ത് നീ എന്നെ ഓർത്തോടാ. ഞാനല്ലേ എന്നും നിനക്ക് ഊണ് വിളമ്പി തരാറ്. എന്നിട്ട് അമ്മ വരുന്നവരെ കാത്തു നിൽക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ. അമ്മ, അനുവിന് വേഗം തിരിച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ടാ. അല്ലെങ്കിൽ തന്നെ ഒരാൾ വീട്ടിൽ വന്ന പൊതിച്ചോറാണ് കൊടുക്കുന്നേ. അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ള ഒരു അമ്മയാണെങ്കിൽ മരുമകൾ വരുന്നു എന്നറിഞ്ഞാ എവിടെയും പോകരുതായിരുന്നു. പിന്നെ മരുമകൾ എന്ന് പറഞ്ഞ മഹാറാണിയൊന്നും അല്ലല്ലോ. ഞാൻ എന്റെ ഒരു മര്യാദ കാണിച്ചെന്നേ ഉള്ളൂ. ഈ ചോറ് ഇവർക്ക് വേണ്ടെങ്കിൽ ഞാൻ വല്ല പട്ടിക്കിട്ട് കൊടുക്കൂടി. വിളിച്ചോണ്ട് പോടാ നിന്റെ ഭാര്യയെ. ഏട്ടത്തിക്കൊന്നും തോന്നണ്ട. അമ്മ ഏട്ടത്തി അപമാനിക്കാനായിട്ട് വന്നതാ. അതിന് ഞാൻ സോറി പറയുന്നു. ഏയ്, നീ എന്തിനാ സോറി പറയുന്നേ? ഞാൻ വിളിച്ചതുകൊണ്ടല്ലേ ഏട്ടത്തി ഇങ്ങോട്ട് വന്നേ. അതുകൊണ്ട് മാത്രമല്ല, ഞാൻ കുറെ കാലം ജീവിച്ച വീടല്ലേ. ഇവിടെ ഞാൻ പോയ ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാൻ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു.